ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ ഈ സീസൺ നേരത്തെ അവസാനിച്ചിരുന്നു. നമുക്കറിയാം, ഷീൽഡ് കിരീടം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കപ്പിന് വേണ്ടിയുള്ള പ്ലേ ഓഫ് മത്സരത്തിൽ അറ്റ്ലാന്റയോട് അവർ പരാജയപ്പെടുകയും പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇന്റർ മയാമി ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ അർജന്റീൻ പരിശീലകനായിരുന്ന ടാറ്റ മാർട്ടിനോ പേഴ്സണൽ റീസൺസ് കാരണം ക്ലബിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. പകരം മറ്റൊരു അർജന്റീനക്കാരനായ ഹവിയർ മഷരാനയാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ മഷരാനക്ക് കീഴിലുള്ള ആദ്യത്തെ മത്സരം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വരുന്ന ജനുവരി 18 ക്ലബ്ബ് അമേരിക്കക്കെതിരെ ഒരു പ്രീ സീസൺ സൗഹൃദ മത്സരം കളിക്കാൻ ഇപ്പോൾ ഇന്റർ മയാമി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാസ് വെഗാസിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. മെക്സിക്കൻ ക്ലബ്ബായ ക്ലബ്ബ് അമേരിക്ക മികച്ച പ്രകടനം സമീപകാലത്ത് പുറത്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലയണൽ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ആരാധകരെ ഏറെ സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം. ജനുവരി 18 നടക്കുന്ന മത്സരത്തിൽ മെസ്സി പങ്കെടുത്തേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇനി മെസ്സി കളിക്കളത്തിൽ എത്താൻ 33 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. മെസ്സി മാത്രമല്ല, സെർജിയോ ബുസ്കറ്റ്സും ലൂയിസ് സുവാരസും ജോർദി ആൽബയും ഒക്കെ ഉണ്ടാകും. കാരണം ലൂയിസ് സുവാരസിന്റെ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്ക് പുതുക്കിയിട്ടുണ്ട്. മറ്റുള്ള താരങ്ങൾ എല്ലാവരും ക്ലബിനകത്ത് തുടരുന്നുണ്ട്. എന്നാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ഡിയഗോ ഗോമസ് ഇല്ല എന്നത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റൺ ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിയഗോ ഗോമസ് ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്രൈറ്റണിലേക്ക് പോകും എന്നുള്ളതാണ്. ഏതായാലും ഹവിയർ മഷരാനക്ക് കീഴിലുള്ള ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ ഇന്റർ മയാമിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.